ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ചൂരൽമല അങ്ങാടിയിൽ നിന്ന് സൈന്യം നിർമ്മിച്ച പാലത്തിൽ നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ റോഡ് മാർഗം വന്ന് ഉള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ഭാഗങ്ങളിലൊക്കെ വീട് നിലനിന്നിരുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ അടിച്ച് തുടച്ച് വളരെ ക്ലീനായിട്ട് ഇത് പോയിട്ടുണ്ട് എന്നുള്ള പാറക്കൂട്ടങ്ങളുമൊക്കെ വന്നടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അഥവാ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സ്കൂളിൻ്റെയൊക്കെ ഭാഗം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് ക്യാമറ ഒന്നുകൂടി മുന്നോട്ടേക്ക് തിരിച്ചാൽ കുറച്ചുകൂടി മുകളിൽ ഇതിൻ്റെ പ്രഭവ സ്ഥാനത്തേക്ക് എത്താം. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ വീണ്ടും കയറണം. പറ്റുമെങ്കിൽ ഞാൻ അവിടേക്ക് കയറാൻ ശ്രമിക്കും. ഇപ്പം നിങ്ങളിവിടെ ധാരാളം രക്ഷാപ്രവർത്തകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുകളിലാണ്, തകർന്നു പോയൊരു വീടിൻ്റെ മുകളിൽ. ഈ വീടിൻ്റെ ബേസ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മുടെ വിക്കായയുടെ പ്രവർത്തകർ. ഇവിടെ ഇറങ്ങണമെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഈ മണ്ണിൽ ഒരിക്കലും നമ്മൾ ധൈര്യപൂർവ്വം ചവിട്ടാൻ പാടില്ല. അത് ഒരു പകുതിയിലധികം നമ്മൾ ആഴ്ന്നിറങ്ങിപ്പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വലിയ കമ്പ് ഉപയോഗിച്ച് നമ്മൾ ആദ്യം കുത്തി നോക്കി. ഇതൊരു വീടിൻ്റെ തറയായിരിക്കാം. ഇവിടെ അത് നമ്മൾ നിശ്ചയിക്കുന്നത് തൊട്ടിപ്പുറത്ത് ഒരു വീടിൻ്റെ ഭിത്തി പോലെ, അല്ലെങ്കിൽ ഭിത്തിയിലേക്കൊന്ന് ക്യാമറ തിരിക്കാം. ആ ഭിത്തി നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭിത്തിയിൽ നിന്ന് ഏകദേശം നമ്മൾ നിൽക്കുന്നത് ആ വീടിൻ്റെ തറയിലോ അല്ലെങ്കിൽ തറയുടെ തൊട്ട് മുകളിലോ ഒക്കെ ആയിരിക്കണം. ഞങ്ങളൊരു മരത്തിൻ്റെ മുകളിലാണ് കയറി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെയൊക്കെ ധാരാളം കല്ലും മരങ്ങളുമൊക്കെ വന്നടിഞ്ഞിട്ടുണ്ട്. ഈ കല്ലും മരങ്ങളുമൊക്കെ മാറ്റി നോക്കുന്ന പ്രവൃത്തിയാണ് വിക്കായ ഉൾപ്പെടെ രക്ഷാപ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൃതദേഹങ്ങൾ, ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഏകദേശം 5ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു അനൗദ്യോഗിക അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പോലെ തന്നെയാണ് ഇവിടുത്തെയുള്ള ആളുകളുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ഇവിടെയൊക്കെ ധാരാളം മൃതദേഹങ്ങൾ കാണാൻ സാധിക്കും എന്നതാണ്. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ ഇത്തരത്തിൽ ഈ വീടിൻ്റെ തറയിൽ അടിഞ്ഞുകൂടിയ മണ്ണും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ഉത്തരങ്ങളും മറ്റുമൊക്കെ മാറ്റി പരിശോധിച്ചാൽ ഒരു പക്ഷേ അവിടെ ബോഡി കണ്ടേക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ബോഡി അതുപോലെ നമ്മൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്തി. ഏകദേശം 5ഓളം ബോഡികൾ ഇതുപോലെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ അവരുടെ ആ ഒരു ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്, കേരള പോലീസിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ഉണ്ട്, കേരള സിവിൽ ഡിഫൻസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിക്കായയുണ്ട്, SYSൻ്റെ സാന്ത്വനം പ്രവർത്തകരുണ്ട്, വൈറ്റ് ഗാർഡുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ക്ലബ്ബുകളുടെ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തകർ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ. ഇവിടെ ഈ ഉത്തരങ്ങളൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ ബോഡികൾ കാണാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ദൂരെ ഈ സൂം ചെയ്ത് കണ്ടാൽ നമുക്കവിടെ മനസ്സിലാക്കാം. നമുക്ക് അവിടേക്ക് കയറി പോകണമെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററോളം ഞാൻ ആ ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രദേശമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സൂമായിട്ട് കാണുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാറ അവിടെ കാണാം. അതിൻ്റെയും മുകളിലേക്ക് വളഞ്ഞ് തിരിഞ്ഞ് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് വന്ന അല്ലെങ്കിൽ ചൂരൽമല അങ്ങാടിയിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇനിയും നമുക്ക് കയറാനുണ്ട്. അവിടെ എത്രമാത്രം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ഥലങ്ങളെല്ലാം ഇവിടെയൊക്കെ നിറഞ്ഞ വീടുകളുണ്ടായിരുന്നു. 2 ഭാഗത്തും ചെറിയ ചെറിയ പാടികൾ, ലയങ്ങൾ പോലെയുള്ള വീടുകളും ഒന്നിച്ച് താമസിച്ചിരുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീടുകളെല്ലാം ഇവിടെ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഇവിടെ ഞാൻ ഇന്ന് രാവിലെ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഇപ്പോഴിതാ ഒരു ബോഡി കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ വന്നതിന് ശേഷം 2ാമത്തെ ഒരു ബോഡിയാണ്, ഒരു കുഞ്ഞിൻ്റെ ബോഡിയാണ് എന്ന് തോന്നുന്നു. കാരണം ഒരു ചെറിയ ഒരു കുഞ്ഞ് ബോഡി നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും. നമ്മുടെ വിക്കായുടെ പ്രവർത്തകരുടെയൊക്കെ കൈകളിലൂടെ അത് കൈമാറിപ്പോവുകയാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിയാന്ന് രാത്രി വരെ വളരെ നിദ്രയോടുകൂടി കിടന്നുറങ്ങിയ ആളുകൾ ഇന്ന് 6 അടി മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം. തൊട്ടപ്പുറത്ത് BJPയുടെ തൊട്ടപ്പുറത്ത് കേന്ദ്രമന്ത്രി PJ കുര്യൻ ഇപ്പോൾ ഇവിടെ സന്ദർശനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കേന്ദ്രമന്ത്രി PJ കുര്യൻ എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബോഡി ഇപ്പോൾ അവിടെ ബോഡി എത്തിയതിന് ശേഷം ചെയ്യുന്നത്, അവിടെ ഒരു
ഒരു വെള്ള മാറ്റ് അല്ലെങ്കിൽ വെള്ള ഒരു ടാർപ്പായ അവിടെ വിരിച്ചിട്ടുണ്ട്. അതിൽ തൊട്ടപ്പുറത്ത് വെള്ളങ്ങളും മറ്റുമൊക്കെയുണ്ട്. അവിടെ ആ വെള്ളം ഒഴിച്ച് ആ ബോഡി ശുചീകരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പിക്കപ്പ് വാഹനങ്ങളിലും മറ്റുമൊക്കെ അവിടേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് ആ പാലം വഴി തിരിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും ഇവിടെ കണ്ടു നിൽക്കാൻ നമ്മളൊക്കെ അത്രമേൽ അശക്തരാണ്. കാരണം കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം വ്യാപ്തിയുടെ, ഭയാനകതയുടെ, ഭീകരതയുടെ അതിൻ്റെ ഒരു ആഴം നമുക്കിവിടെ നിന്ന് മനസ്സിലാവുകയാണ്. കാരണം ഒരു പ്രകൃതി ദുരന്തം മതി മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിപ്പിക്കാൻ എന്നത് സംബന്ധിച്ച ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം അത്രമേൽ മനുഷ്യരെല്ലാം നിസ്സഹായരാണ് എന്തിൻ്റെ മുൻപിലും, പ്രകൃതിയുടെ മുൻപിലും എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ അടിഞ്ഞുകൂടി ഈ പാറക്കെട്ടുകൾ തന്നെ ഉണ്ടാകും നമ്മുടെയൊക്കെ ഭാവനയ്ക്ക് അപ്പുറത്തേക്കുള്ള ടൺ കണക്കിന് പാറക്കല്ലുകൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയ കല്ല് പോലും എങ്ങനെയായിരിക്കും എത്തുക, അല്ലെങ്കിൽ എത്ര നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നത് ആലോചിച്ച് നോക്കുക. അത്തരത്തിൽ ആയിരക്കണക്കിന് പാറക്കെട്ടുകൾ, പാറക്കല്ലുകൾ, വലിയ കല്ലുകൾ ഒക്കെ താഴേക്ക് പതിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരതയും ഭയാനകതയും അത്രമേൽ വലുതാണ്, വിവരിക്കാൻ കഴിയാത്തതാണ്. ഇവിടെ വന്ന് നമ്മളിത് കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളം ഉലഞ്ഞു പോകുന്ന, അശക്തരായി പോകുന്ന, നമ്മളൊക്കെ മനുഷ്യരൊക്കെ അത്രമേൽ നിസ്സാരരാണ് എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും സുഖനിദ്രയായി 6 അടി മണ്ണിൽ കിടന്നുറങ്ങാനുള്ള ഒരു ഇത് കഴിയട്ടെ എന്നാണ്, ഒരവസ്ഥയുണ്ടാവട്ടെ. അവരെല്ലാവരെയും കണ്ടുകിട്ടാൻ നമുക്ക് സാധിക്കട്ടെ എന്നൊറ്റ പ്രാർത്ഥന മാത്രമാണ്. നല്ലൊരു അന്ത്യയാത്ര അവർക്ക് നമുക്ക് നൽകാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക.